सबको नमस्कार। मैं आप सब लोगों को नेशनल अकादमी की ओर स्वागत करता हूँ। हम तो आगे के नए पीछे के पाठों में अनेक बातें पढ़ी है। हिंदी साहित्य में अनेक कालों के साहित्य के अनेक भेदों में विभाजित किया है। उनमें भक्ति काले, वीरगाथा काले और क्या है വീരകഥകാല് രീതികാല് അങ്ങനെയുള്ള കുറേ കാലങ്ങൾ പഠിച്ചു. അങ്ങനെ നമ്മൾ വന്ന് ഛായാവാദ് और ഉത്തർ ഛായാവാദ് ഇതിന് മുന്നേ പഠിച്ച അധ്യായം അതാണ്. അതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ഉത്തർ ഛായാവാദിന് ശേഷം വരുന്നതാണ് സാഠോത്തരി കവിത എന്ന് പറയുന്നത്. അതായത് അത് ഏതാണ്ട് 1960 ശേഷം ആണ് അതുണ്ടാകുന്നത്. 60 ഏതാണ്ട് 1950-60 ഇടയ്ക്കാണ്, 64 അത് പ്രകാശനം ചെയ്തു വരുന്നത്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന साहित्यों में से कुछ या तो कविताओं से काव्यों में से अलग रूप में बनाया है. അപ്പം അതുവരെ ഉണ്ടായിരുന്ന നിങ്ങൾക്കറിയാം ചില രാജാക്കന്മാരെ പറ്റി പ്രവർത്തിക്കുക. ഭക്തികാലത്തിൽ കൃഷ്ണഭക്തി ശാഖയുണ്ടായി, പിന്നെ എന്താണ് നിർഗുണം സഗുണം എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഇതുണ്ടായി, രാമഭക്തി ഉണ്ടായി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അല്ല വല്ല രാജാക്കന്മാരെ പ്രകീർത്തിക്കുന്നത്, അല്ല ആരുടെയെങ്കിലും സ്നേഹത്തിനെ പറ്റിയുള്ള കവിത, അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചത്. വലിയ പുസ്തകങ്ങളുമായിരിക്കും. എന്നാൽ ഇപ്പോൾ വരുന്ന സാഠോത്തരി കവിതകൾ ഉസ്ക ആകാർ ചോട്ടാത്താഹെ, അതിൻ്റെ ആകാർ എന്ന് പറഞ്ഞാൽ ഘടന അല്ലെങ്കിൽ ആകൃതി ചെറുതായിരിക്കും. അതിലെ വിഷയങ്ങളോ ഒന്നൊക്കെ വ്യക്തിഗത യാ സാമൂഹിക ഒത്താഹെ അല്ലെങ്കിൽ സാമാജിക് ഒത്താഹെ, സമൂഹത്തിൽ ഉണ്ടാവുന്നതും വ്യക്തികൾക്കുണ്ടാവുന്നതായിട്ടുള്ള വിഷയങ്ങളാണ് അതിൽ വിഷയമായിട്ട് വരുന്നത്. അപ്പം അതുവരെ നമ്മൾ പഠിച്ചത് ഞാൻ പറഞ്ഞ പോലെ രാജാക്കന്മാരെ പറ്റി, ഭക്തിയെ പറ്റിയിട്ട് ഇങ്ങനെ ഓരോന്നാണ് പഠിച്ചു വന്നത്. അപ്പം തികച്ചും ഇന്ന് വ്യത്യസ്തമായി. ഛായാവാദിലും ഉത്തർ ഛായാവാദിലും കുറച്ചൊക്കെ വ്യത്യാസം വന്നു. എന്നാൽ അതിൽ നിന്നും തികച്ചും ഭിന്നമായിട്ടാണ് എന്ത് വരുന്നത്, സാഠോത്തരി കവിത എന്നുള്ള പറയുന്ന കവിതകൾ വരുന്നത്. അതിൽ പ്രധാന വിഷയം സാമൂഹികമാണ്. സമൂഹത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, പിന്നെ അന്യായങ്ങൾ, ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇപ്പോൾ ഒരു വ്യക്തിക്ക്, ഇപ്പം ഞാനൊരു കവിയാണെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ ഉടനെ അത് കവിതയാക്കിയിട്ട് എഴുതും. അങ്ങനെ ഒരു വ്യക്തിയുടെ ഒരു കാര്യം എന്തെങ്കിലും ഒരു ആശയം വെച്ചുകൊണ്ടിട്ട് അതിനെ ചുരുക്കി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതുപോലെ നമുക്ക് അറിയാം, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അന്യായങ്ങൾ, അനീതികൾ, അക്രമങ്ങൾ, ചൂഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ കവിതകൾ വന്നു തുടങ്ങി. അതൊട്ടൊരു ലംബി കവിത നെയ്യുക, വലിയ നീളത്തിൽ മഹാകാവ്യമായിട്ടും ഖണ്ഡകാവ്യമായിട്ടൊന്നുമല്ല എഴുതണേ, छोटी छोटी कविताएं होती है. उस कविता में उसका परिहार भी होता है, उसका വിദ്രോഹി ബി, അതായത് എന്തെങ്കിലും ചൂഷിതരെ പറ്റിയിട്ടാണ് എഴുതുന്നെങ്കിൽ, അല്ലെങ്കിൽ വല്ല അന്യായത്തെ പറ്റിയാണ് എഴുതുന്നെങ്കിൽ അതിനൊരു പരിഹാരവും അല്ലെങ്കിൽ ഒരു മറുപടിയും അതിലുണ്ടായിരിക്കും. അതായത് ആ പരിഹാരവും ആ വിഷയത്തിൽ തന്നെ ഉടലെടുക്കണം എന്നാണ് ആ കവിതയുടെ തത്വം വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കവിതയാണെങ്കിൽ അതിനെ സംഘടിപ്പിക്കണം അല്ലേ. നമ്മളുടെ സമൂഹത്തിനെതിരായിട്ട് വല്ല പൂഞ്ചിവാദ് എന്ന ജന്മിത്വം അല്ലെങ്കിൽ മുതലാളിത്തം എന്നൊക്കെ പറയില്ല, അങ്ങനെ ആളുകൾ പണ്ട് കാലത്ത് ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ജന്മിമാർ അന്നൊക്കെ അതാണ് ഭൂമികളൊക്കെ പാട്ടത്തിന് കൊടുത്തിട്ട് ആ പാട്ടത്തിന് കൃഷി കേടുവന്നു പോയാലും കുറച്ച് പാട്ടം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ തകച്ച് കിട്ടാത്തതിനൊക്കെ ആ പാവം കർഷകരൊക്കെ ഇട്ട് ഉപദ്രവിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരുപാട് വിധത്തിൽ, പിന്നെ പണക്കാർ പാവങ്ങളായിട്ട് കാണിക്കുന്ന അന്യായങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ള സമയമായിരുന്നത്. അപ്പം അതിനോടൊക്കെ എതിർപ്പ് കാണിക്കുക. എതിർപ്പ് കാണിച്ചാൽ മാത്രം പോരാ, അതിന് സംഘടിക്കുകയും വേണം. അപ്പം ആ സംഘടിപ്പിക്കുകയും വേണം, എതിർപ്പ് കാണിക്കുകയും വേണം, ജനങ്ങൾക്ക് നന്മ കിട്ടുകയും വേണം. അങ്ങനെയുള്ള വിഷയങ്ങളെ കൊണ്ടാണ് കവിത എഴുതിയിരുന്നത്. അപ്പം അതിൽ ഇപ്പം നമ്മൾ സാഠോത്തരി കവിതയാണ് ഇവിടെ പഠിച്ചത്. അതിലെ പ്രധാനപ്പെട്ട 2 കവികളാണ് ആരൊക്കെ, ദുഷ്യന്ത് കുമാർ और സർവേശ്വർ ദയാൽ സക്സേന. അപ്പോൾ ഈ സക്സേനയുടേതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന കവിത. ആ സക്സേനയുടെ ആദ്യത്തെ കവിത ബേഡിയ എന്നുള്ള വാക്ക് നിങ്ങൾക്കറിയാം. വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം, ചെന്നായ എന്നുള്ള പദം കൊണ്ടിട്ട് ആ ക്രൂര ജന്തുവിനെയാണ് നമുക്കവിടെ മുന്നിൽ ഓർമ്മ എന്നല്ല. നമ്മളുടെ സമൂഹത്തിലും അങ്ങനെ ക്രൂരന്മാരായിട്ടുള്ള ജനങ്ങളുണ്ട്.
അപ്പം ആ ജനങ്ങളുടെ പ്രതീകമായിട്ടാണ് അവിടെ ബേഡിയേനെ പറയുന്നത്. അപ്പം ആ ബേഡിയെ തുരത്തി ഓടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? जनता को संगठित होना चाहिए. जनता के संगठित होने के सामने तो बेड़िया डर कर भाग जाएगा, जरूर है. അപ്പം നമ്മൾ സംഘടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ, അതായത് മനുഷ്യരെ പേടിയില്ലാത്ത ഒരു ജീവജാലങ്ങളും ഇല്ല എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ സംഘടിച്ച് ചെല്ലുമ്പോൾ പേടി എന്ത് ചെയ്യും? പേടിച്ചോടിക്കോളുക. അപ്പം ആ സംഘടിതമായതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അവിടെ മസാൽ ജലാന എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതായത് പന്തം കൊളുത്തി യുദ്ധത്തിന് ഇറങ്ങുക എന്നൊക്കെ പറയില്ലേ, എന്ന പോലെ നമ്മൾ സാധാരണ ജനങ്ങൾ സംഘടിതരായി കൊണ്ടിട്ട് ബേഡിയെ തുരത്താൻ നോക്കണം. കാരണം उसी के अनुसार कवि ने बताया है कि जनता को मशाल जलाकर बेड़िया के सामने जाना चाहिए, तो ये देखकर बेड़िया जरूर भाग जाएगा. അപ്പം എല്ലാവരും കൂടെ പന്തും കൊളുത്തി വരുന്നുണ്ടാ നമ്മളുടെ പൂഞ്ചിപ്പതിയെ അല്ലെങ്കിൽ ജന്മി ആരാണോ ജനങ്ങളെ ആക്രമിക്കുന്നത് വെച്ചാൽ അവരെന്ത് ചെയ്യും? ഭയപ്പെടുന്ന പറയുന്നത്. അങ്ങനെയുള്ള ഒരു തത്വത്തിലാണ് എന്തെഴുതിയിട്ടുള്ളത്? നമ്മളുടെ ബേഡിയ എന്നുള്ള കവിത എഴുതിയിട്ടുള്ളത്. ആ ബേഡിയ വെറും പ്രതീകാത്മകമായിട്ടുള്ള ഒരു പേരാണ്. അതായത് നമ്മളുടെ സമൂഹത്തിലുണ്ടാകുന്ന പൂഞ്ചിവാദം, മുതലാളിമാരെയും ജന്മിമാരുടെയും ഒരു പ്രതീകമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതിൽ സാധാരണക്കാരോ മസാൽ ജലാക്കർ എന്ന് പറയുന്നത് പന്തം കൊളുത്തി, അതായത് സംഘടിതരായിട്ട് എല്ലാവരും കൂടെ പന്തം കൊളുത്തി ചെന്നാൽ ബേഡിയ തോ ജൽദി ഡർക്കർ ബാജായക. അതേപോലെ തന്നെയാണ് നമ്മൾ സാധാരണക്കാർ സംഘടിതരായിട്ട് ഈ ചൂഷണം ചെയ്യുന്ന ആൾക്കാരോട് എതിർക്കണം എന്നാണ് കവി ആ കവിതയിലൂടെ പറയുന്നത്. और उसके बाद हमें और एक कथा है, तो क्या है? दुष्यंत कुमार की ഗസൽ. ഈ ഗസൽ, അതായത് ഈ കാലത്തെ കവികളിൽ ഭൂരിപക്ഷം പേരും ഗസൽ എഴുതുന്ന ആൾക്കാരായിരുന്നു. ഇവിടെ ഗസലിൽ നമ്മളുടെ സമൂഹത്തിൻ്റെ പീഡ, ദുഃഖ്, പീഡ എന്ന് പറഞ്ഞാൽ തന്നെ ദുഃഖം എന്നുള്ള അർത്ഥമാണ്. മുഷ്കിൽ, ബുദ്ധിമുട്ട്, പിന്നെന്തൊക്കെയാണ്? കഠിനായി. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? ഉയർത്തി കാണിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ആ പീർ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ആ ഗസലിൽ എന്താണ്? പീഡ പീർക്കെ സമാൻ ഹോഗയാന്ന് പറയണത്. ദുഃഖം മല പോലെ വർദ്ധിച്ചു വലുതായി എന്ന് പറയണത്. അതായത് അത്രയും ബുദ്ധിമുട്ടായി സമൂഹത്തിനെന്ന് പറയണത്. ഈ വലിയ വലിയ ജന്മിമാരെ കൊണ്ടും മറ്റുള്ളവരെ കൊണ്ടും എന്തായി എന്ന് പറയുന്നത്? സഹിക്കാനാവാത്ത ദുഃഖമാണ് സമൂഹത്തിന് വന്നിട്ടുള്ളത്. അപ്പോൾ ആ സമൂഹത്തിന് വന്നതിനെ നമ്മൾ എതിർക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറയുക? നമ്മൾ സംഘടിതരാവണം. സംഘടിതരാവുകയും ചെയ്യണം. അവർക്ക് എതിരായിക്കൊണ്ട് ഉസ്കെ ഖിലാഫ് ഹമേं काम करना है तो हमें लड़ना है तो हम संगठित होना चाहिए. उस സംഘടിതമാകുന്നതിൽ എന്ത് വേണം? നമുക്ക് ഐക്യം വേണം. ഐക്യവും വേണം, അതിനൊരു നിവാരണവും കാണണം. അതായത് ഈ കാലത്തെ കവികൾ ഒരു ഭാഗക്കാരെന്ത് ചെയ്യുന്നു? ഈ സമൂഹത്തിലെ अन्यायങ്ങളെ പറ്റി, അക്രമങ്ങളെ പറ്റിയിട്ട് उसका वर्णन करते हैं. तो दूसरी ओर और एक विभाग क्या करते हैं? उसके खिलाफ विद्रोह करने का आह्वान देते हैं. मरुभागത്ത് ഇതിനെതിരായിക്കൊണ്ട് जनता का आह्वान करते हैं. किसके लिए? विद्रोह करने के लिए. ഒരു ഭാഗത്ത് അതിൻ്റെ തത്വം എന്താണ്, ഇതിന് കാരണം എന്താണ്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയാം, അതിന് പരിഹാരം എന്താണെന്ന് പറയും. പക്ഷെ ആ പരിഹാരം പ്രാവർത്തികമാക്കാൻ അവർ ശ്രമിക്കില്ല. എന്നാൽ ചില കവികൾ എന്തുണ്ട്? ആ പരിഹാരം കൊണ്ടിട്ട് വിദ്രോഹം ഉണ്ടാക്കി വിപ്ലവാത്മകമായ രീതിയിൽ ഈ ബുദ്ധിമുട്ടുകൾക്കെല്ലാം പരിഹാരമാർഗവും കാണണം എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഈ ഗസലിൽ ആ മാർഗവും പറയുന്നുണ്ട്. ടീച്ചർ मैंने क्या बताया? एक और विप्लव बनाने को कहते हैं और दूसरी उसका परिहार भी बता देते हैं. വിപ്ലവം വേണം. ആ വിപ്ലവവും ഈ ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കണം. ഇപ്പം സമൂഹത്തിലുള്ള ആളുകളാണ് ഈ ദുരിതങ്ങൾ മുഴുവൻ അനുഭവിക്കുന്നത്. അപ്പം ദുരിതം ഉണ്ടാവുന്ന എന്തുകൊണ്ടെന്നോ അതെങ്ങനെ ഏതെന്നൊക്കെ ഒരു കൂട്ടർ കവിതയിലൂടെ പറഞ്ഞു തന്നുണ്ട്. എന്നാൽ മറുവശത്തുള്ളവരെന്താണ്? ആ ദുരിതങ്ങൾ തീരണമെങ്കിൽ അമ്മൻ സംഘടിതോക്കർ വിദ്രോഹ കർണ ചാഹിയ എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ നമ്മളുടെ പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു മാർഗം കൂടി നമ്മളുടെ കവിതയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഗസൽക്കാർ ദുഃഖത്തെ पीर के समान बताते हैं और विद्रोह करने के लिए एक और कहता है, तो दूसरी ओर विद्रोह करने के लिए जनताओं को आह्वान देते हैं और उसका प्रोत्साहन भी देता है.
तो वह कैसे है അതെങ്ങനെയാണെന്ന് പറയുന്നത് ഈ ജനങ്ങളിൽ നിന്ന് തന്നെ വിദ്രോഹത്തിനും അതിനുള്ള പരിഹാരമാർഗം ഉണ്ടാക്കണം. അതിന് കവി ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് കവിതയിൽ. ജൈസെ ഹിമാലയസ് ഗംഗ നികൽത്തി ഹെ. എപ്രകാരമാണ് ഗംഗാ നദി ഹിമാലയത്തിൽ നിന്ന് വരുന്നത്, ആ ഹിമാലയത്തിൽ നിന്ന് പുറപ്പെട്ട് താഴ്വര എത്തി താഴ്വരയിലൂടെ ഒഴുകി എവിടെയാണോ ചെന്ന് പതിക്കുന്നതെന്ന് അതിനിടയിലുള്ള എല്ലാ ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും, വെള്ളം കിട്ടാത്തതായിട്ടുള്ള ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും എന്താണ് ഗംഗാ നദി ഒരു പരിഹാര മാർഗമാണ്. അത് എവിടുന്ന് തന്നെ ഉണ്ടാവുന്നത്? ഹിമാലയത്തിൽ നിന്നാണ്. ഹിമാലയത്തിൽ ഉണ്ടാകുന്ന ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഒക്കെ കുറേ എന്താണ് പരിഹാരം കാണിച്ചു കൊടുക്കുന്നുണ്ട് ആര്? ഗംഗാ നദി. അതേപോലെയാണ് നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന അനീതിക്ക് അക്രമത്തിനും എതിരായിക്കൊണ്ട് നമ്മളുടെ സമൂഹത്തിൽ നിന്ന് തന്നെ ഉസ്കാ പരിഹാർ होना चाहिए. ऐसे एक तत्व हमें ये गजल से दुष्यंत कुमार कवि ने बता दिया है. और पहले बताया है बेड़िया के द्वारा. बेड़िया एक प्रतीकात्मक शब्द है और बेड़िया मतलब भीकर या भयंकरമായ ഒരു जानवर है ना. तो ऐसे एक जानवर है हमारे समूह में होने वाले पूंजी या जमींदार. അപ്പം അങ്ങനെയുള്ളവരോട് എതിർക്കാൻ നമ്മൾ സംഘടിക്കണം. സംഘടിച്ചെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? उसका विरोध कर सकते हैं. इसलिए कवि ऐसे दो तत्व हमें बता दिया है बेड़िया और गजल के द्वारा. അപ്പോൾ आज साठोत्तरी कविता में ऐसी दो कविता पढ़ना है. आइए, हमारे नेशनल अकादमी तुम्हारी प्रतीक्षा कर रही है. जल्दी आओ और पढ़कर तुम सब विजयी बन जाओ. अच्छा, तो धन्यवाद. मैं आप सब लोगों को क्या कहते हैं धन्यवाद देती हूँ. आप सब अच्छे बन जाओ. ऐसे एक बात कहकर मैं समाप्त करती हूँ. अगले दिन देखेंगे.